പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജുറാത്തിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കി സംസാരിക്കരുത്, കൊച്ചാക്കി സംസാരിക്കരുത്, ഇകഴ്ത്തി സംസാരിക്കരുത്, കുത്തിപ്പറയരുത്, കുത്തുവാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ഇരട്ടപ്പേരുകൾ വിളിക്കുകയും ചെയ്യരുത്. ഒരാളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു പേര് അയാൾക്കിടുക, അയാളിലെ ഏതെങ്കിലും നിലക്കുള്ള ഒരു കുറവിനെ അല്ലെങ്കിൽ ഒരു അബദ്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പേരുകൾ. പല ആളുകൾക്കും അങ്ങനെ പലരും പേര് വിളിക്കുന്നത് കാണാൻ കഴിയും. ചിലപ്പോൾ ചില മൃഗങ്ങളുടെ പേര് ആ വ്യക്തിയിലേക്ക് ചേർത്ത് പറയും, ചില നിറങ്ങളുടെ പേര് ചേർത്ത് പറയും, ചില സ്വഭാവങ്ങളുടെ പേര് ചേർത്ത് പറയും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇരട്ടപ്പേരുകൾ ആളുകൾക്ക് നൽകുന്നത് കാണാം. അവരുടെ ഉപ്പയും ഉമ്മയും ആ വ്യക്തിക്ക് നൽകിയ പേരിനെ മാറ്റി നിർത്തിയിട്ട് വളരെ മോശമായ അർത്ഥമുള്ള, ആ വ്യക്തിയെ വേദനിപ്പിക്കുന്ന, ആളുകൾക്കിടയിൽ അപമാനിക്കുന്ന, ആളുകൾക്കിടയിൽ കൊച്ചാക്കുന്ന, മറ്റൊരാളുടെ മുന്നിൽ വെച്ച് വിളിക്കപ്പെടാൻ അയാൾ ആഗ്രഹിക്കാത്ത പേരുകൾ അങ്ങനെ വിളിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബിഅ്സലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പേരുകൾ വിളിക്കുന്നത് എത്ര മോശമാണ്. അഥവാ സത്യവിശ്വാസികൾ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടവരാണ്. അവരുടെ വാക്കുകളിലും സംസാരങ്ങളിലും സംസ്കാരത്തിലുമൊക്കെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടവരാണ് ഈമാനുള്ളവർ. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് യോജിച്ചതല്ല മറ്റുള്ളവരെ ഈ നിലക്ക് ഇരട്ടപ്പേരുകൾ വിളിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമല്ലം യതുബ്, ആരെങ്കിലും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാകുന്നു അതിക്രമകാരികൾ, ളാലിമുകൾ. അപ്പോൾ ഇവിടെ തൗബ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഇരട്ടപ്പേര് വിളിക്കുക എന്നുള്ളത്, ഒരാളെ കൊച്ചാക്കി സംസാരിക്കുക എന്നുള്ളത് വൻ പാപമാകുന്നു. അതുകൊണ്ടാണ് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർ തന്നെയാണ് ളാലിമുകൾ എന്നാണ്, അക്രമികളെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ ശിക്ഷ കണ്ടെത്തുക തന്നെ ചെയ്യും. അത്രക്ക് വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം ഇരട്ടപ്പേര് വിളിക്കുന്നതിനെ കാണുന്നത്. ഒരാളുടെ ഗുണവിശേഷണങ്ങളെ പുകഴ്ത്തുന്ന പേരുകളാവാം, അതിന് കുഴപ്പമില്ല. എന്നാൽ ചില പേരുകൾ ആളുകൾ പറയുന്നു, അത് വിളിക്കപ്പെടുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ വിളിച്ചുകൂടെ. അവിടെ എനിക്ക് മുസ്ലിം ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ചില ശീലങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഈ വ്യക്തി അവരെ വേറെ ചില പേരുകളിൽ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല, എനിക്കതിൽ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകാം. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടപ്പേര് വിളിക്കുന്നു. അപ്പോൾ എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല. ആ നിലക്കാണെങ്കിൽ പാടില്ലാത്തതാണ്.